കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാനവരാശിക്ക് വ്യക്തിപരമായോ സാമൂഹികമായോ ഹാനികരമായ ഒന്നും വിശുദ്ധ ഖുർആൻ അനുവദിച്ചിട്ടില്ല. മനുഷ്യന് വേണ്ടതെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും നിർബന്ധമാക്കുകയും ചെയ്യുകയുണ്ടായി. മനുഷ്യന് ഹാനികരമായതിനെ തടയാനും ആവശ്യമായത് സ്വീകരിക്കുവാനും നിലവിൽ വരുത്താനുമുള്ള ഖുർആനിൻ്റെ നിയമസംഹിത സമൂഹ നിർമ്മിതിയിൽ ചെലുത്തുന്ന പങ്ക് വളരെ വലുതാണ്. എന്തിന് ഖുർആൻ എന്ന അടിസ്ഥാന ചോദ്യത്തിനുത്തരം മനുഷ്യൻ സാമൂഹ്യ ജീവിയായതുകൊണ്ട് എന്നാണ്. മനുഷ്യനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം മാത്രം അറിഞ്ഞാൽ പോരാ. പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യനും സമൂഹവുമായും പ്രകൃതിയുമായും എങ്ങനെ ബന്ധം പുലർത്തണമെന്നും ഇടപഴകണമെന്നും എല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ലക്ഷ്യം വെക്കുന്നതും പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. സമൂഹ നിർമ്മിതി ഖുർആനിക പരിപ്രേക്ഷ്യത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ബഹുമാന്യനായ ഇസ്മായിൽ കരികാട് സംസാരിക്കുന്നു. അതിനുവേണ്ടി സ്നേഹോഷ്മളമായി ഇസ്മായിൽ കരികാടിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഒരുപക്ഷെ വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സാണ് നമ്മുടേത് എന്ന് അഭിമാനത്തോടു കൂടി ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഓർമ്മിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. കാരണം നേരത്തെ ആശംസ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ലോകത്ത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ, ഒരു സ്ഥലത്ത് ഒരു സമൂഹം ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പരസ്പരം ഓതി കേൾപ്പിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ സന്ദേശം പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു സദസ്സിന് ലോകത്ത് മറ്റാർക്കും അള്ളാഹു വാഗ്ദത്തം ചെയ്യാത്ത 3 അനുഗ്രഹങ്ങളുണ്ട്. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന് ഭൗതികമാണ്, മറ്റ് 2 ആത്മീയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞു, ഇല്ല അൻസലല്ലാഹു അലൈഹിം അസ്സക്കീന. ഭൗതിക ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് മനസ്സമാധാനമാണ്. അത് ലോകത്ത് ആർക്കാണ് കിട്ടുക എന്ന് കളവ് പറയാത്ത പ്രവാചകൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു സമൂഹത്തിന് മനസ്സമാധാനം ഉണ്ടാകും. മറ്റ് 2 അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് വദക്കറല്ലാഹു ഫീമൻ ഇൻദഹു. അള്ളാഹു അവൻ്റെ ചുറ്റുപാടുമുള്ള മലക്കുകളോട് നമ്മളെക്കുറിച്ച് അഭിമാനത്തോടുകൂടി പറയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ നമ്മെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു ഈ 3 അനുഗ്രഹവും ഈ സദസ്സിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ചില മരിച്ചാൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, അയാൾ നല്ല മനുഷ്യനായിരുന്നു. എന്താ കാരണം? ഒരാളുടെ നന്മക്കുമില്ല തിന്മക്കുമില്ല, അയാൾ അങ്ങനെ ജീവിച്ചു പോയ മനുഷ്യനാണ്, നല്ല മനുഷ്യനായിരുന്നു എന്ന് പലരെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ കാഴ്ചപ്പാട് ഇതിന് നേരെ വിരുദ്ധമാണ്. അയാളൊരു നല്ല മനുഷ്യൻ അല്ല. സമൂഹത്തിൽ ഇടപെടാതെ വ്യക്തി ജീവിതത്തിൽ മാത്രം പരിമിതപ്പെടുത്തി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഖുർആൻ കാണുന്നത് ആ മനുഷ്യൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഇസ്ലാമിൻ്റെ മാത്രം
മാത്രം ഒരു പ്രത്യേകത, മറ്റെല്ലാ മതങ്ങളും, ലോകത്തുള്ള മറ്റെല്ലാ മതങ്ങളെയും നിങ്ങൾ പഠിച്ചു നോക്കുക. ആ മതങ്ങളിലെ ഭക്തന്മാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദൈവിക ആരാധനയിൽ മാത്രം മുഴുകി നിൽക്കുന്ന ആളുകൾ, അവരാണ് മറ്റ് പല മതങ്ങളിലെയും ഭക്തന്മാരായ മനുഷ്യർ. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളികൾ പരിശോധിക്കുക. എവിടെയാണ് അള്ളാഹുവിൻ്റെ പള്ളി ഉണ്ടാവാറുള്ളത്? 40 മുസ്ലിം കുടുംബങ്ങൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ പ്രദേശത്തൊരു പള്ളി ഉണ്ടാകും. നിങ്ങൾ നോക്കുക, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകത്തെ പള്ളികളൊക്കെ അത് ജനനിബിഡമായ കേന്ദ്രങ്ങളിലാണ് പള്ളികളുള്ളത്. ഏറ്റവും വലിയ പള്ളി മക്കയിലെ മസ്ജിദുൽ ഹറമാണ്. മസ്ജിദുൽ ഹറം നിൽക്കുന്നത് എവിടെയാ? ഉമ്മുൽ ഖുറയിലാണ്. നഗരങ്ങളുടെ മാതാവിൻ്റെ വിരിമാറിലാണ് പിന്നെ കഅബാലയം അല്ലെങ്കിൽ മസ്ജിദുൽ ഹറം നിൽക്കുന്നത്. ലോകത്തുള്ള എല്ലാ പള്ളികളും നിങ്ങൾ പരിശോധിക്കുക, ആ പള്ളികളൊക്കെയും നിലകൊള്ളുന്നത് സമൂഹം തിങ്ങിത്താമസിക്കുന്നിടത്താണ്. ഇനി മറ്റ് സമുദായങ്ങളുടെ മറ്റുള്ളവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ പരിശോധിക്കുക. അതെവിടെയാ? ആരാധനാ കേന്ദ്രങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യർ അങ്ങോട്ട് ചെല്ലേണ്ട മലമുകളിലും അതുപോലെ തന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലുമാണ് പല മതങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇസ്ലാം ഇതിൽ നിന്ന് വിഭിന്നമായി, നേരെ വിപരീതമായി മനുഷ്യർ തിങ്ങിത്താമസിക്കുന്നിടത്താണ് ആരാധനാകർമ്മം. ഇനി മറ്റൊന്നുകൂടി സൂചിപ്പിക്കട്ടെ, ഇസ്ലാമിലെ ഏറ്റവും വലിയ ആരാധനാകർമ്മം എന്ന് പറയുന്നത് നമസ്കാരമാണ്. അഫ്ളലുൽ ഇബാദത്തിൽ ബദനി അസ്സലാത്ത്, ഏറ്റവും അഫ്ളലായത് നമസ്കാരമാണ്. ഈ നമസ്കാരം എന്തിനാ? സത്യത്തിൽ നമസ്കാരത്തിന് 2 ലക്ഷ്യം ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ഓർമ്മക്ക് വേണ്ടി. നിങ്ങൾ ളുഹർ നിസ്കരിച്ചു, അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരുന്നില്ലേ? പരലോകത്ത് പോയി അന്വേഷിക്കേണ്ട എൻ്റെ നിസ്കാരം ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെയോ, നിസ്കാരം ശരിയായിട്ടില്ല, ഒരു സംശയമില്ല. കാരണം എന്താ? അഖിമിസ്സലാത്ത ലിദിക്രി, എൻ്റെ ദിക്റിനാണ് നമസ്കാരം. രണ്ടാമത്തേത് എന്താ നിസ്കാരത്തിന്റെ ലക്ഷ്യം പറഞ്ഞത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നു. 5 നേരവും നമ്മുടെ പള്ളിയിലെത്തി ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സമൂഹത്തിൽ ഇടപെടുന്നത്, പെരുമാറ്റം, സ്വഭാവം, ഇടപാടുകൾ ഇതൊക്കെ മോശമാണെങ്കിൽ പരലോകത്തെത്തിയിട്ട് അള്ളാന്റെ കോടതിയിൽ എത്തണ്ട നിസ്കാരം ശരിയായോ ഇല്ലയോ എന്ന് നോക്കാൻ. അവന്റെ നമസ്കാരം ശരിയായിട്ടില്ല. കാരണം എന്താ? ഖുർആൻ എടുത്തു പറഞ്ഞ രണ്ടാമത്തെ ലക്ഷ്യം മനുഷ്യന്റെ എല്ലാ തിന്മകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, അരുതായ്മകളിൽ നിന്ന് എൻ്റെ ളുഹർ നമസ്കാരം എന്നെ തടഞ്ഞു നിർത്തുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് എൻ്റെ നമസ്കാരം, ആരാധനകർമ്മം ശരിയായിട്ടില്ല എന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, നമസ്കാരം ഒരു മനുഷ്യൻ ഒറ്റക്ക് നിസ്കരിക്കുന്നു. എന്തൊക്കെയാ ചെയ്യേണ്ടത്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഒറ്റക്കുള്ള നമസ്കാരത്തിനുണ്ട്, അല്ലേ? എന്നാൽ ഒരു മനുഷ്യൻ ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു, അയാൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇപ്പറഞ്ഞതൊക്കെ തന്നെയാണ്, ഒരു കർമ്മവും വ്യത്യാസമില്ല. നിയ്യത്തുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥനകളുണ്ട്, ഖുർആനോത്തുണ്ട്, സുജൂദുണ്ട്, റുക്ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നേരത്തെ ഒറ്റക്ക് നമസ്കരിച്ച നമസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലം പറഞ്ഞു ജമാഅത്ത് നമസ്കാരത്തിന്. എന്തിനാണത്? എന്തിനായിരിക്കും അത്? നോക്കൂ, എന്തിനായിരിക്കുമെന്നത് സാമൂഹ്യമായ ഒരു ക്രമം വെച്ചുകൊണ്ട് പരിശോധിക്കുക. കോട്ടയത്ത് ഒരു ടീച്ചർ ഒരു വീട്ടിൽ മരണപ്പെട്ടിട്ട് 7 ദിവസം കഴിഞ്ഞു നാട്ടുകാരതറിയാൻ, അയൽവാസികൾ അറിയാൻ, കൂട്ടുകാരറിയാൻ. കാരണം എന്താ? ആരും അവരെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇവിടെയാണ് 40 മുസ്ലിം കുടുംബം താമസിക്കുന്നിടത്ത്
ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായാൽ 4-5 മണിക്കൂറിന്റെ അപ്പുറത്ത് ഇവർ പരസ്പരം അറിയാത്ത അവസ്ഥ ഉണ്ടാവുകയില്ല. എന്താ കാരണം? നിങ്ങൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്ത് പോയി പലതിനും ഏർപ്പെട്ടു. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്, ഹയ്യാല സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരണം. ആ നാട്ടിലെ ആബാലവൃതം മനുഷ്യരും പള്ളിയിൽ ഒരുമിച്ച് കൂടണം. എന്നിട്ടോ അവിടെ നമസ്കാരം ഉണ്ടാകും, പ്രാർത്ഥനകൾ ഉണ്ടാകും, പരസ്പരം വസിയത്തുകൾ ഉണ്ടാകും, പരസ്പരം കാര്യങ്ങൾ അന്വേഷിക്കും. 2 വക്ത് ഒരു മനുഷ്യനെ പള്ളിയിൽ കാണുന്നില്ല എങ്കിൽ ഇമാമ് അയാളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെല്ലണം. എന്താ ഈ മനുഷ്യനെ കാണാത്തത്? രോഗമാണോ? പട്ടിണിയാണോ? പ്രയാസമുണ്ടോ? എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഇസ്ലാമിക സമൂഹത്തിലെ പള്ളിയിലെ ഇമാമ് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരാത്ത മനുഷ്യനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലണം. നോക്കൂ നിങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് കേവലം മതത്തിന്റെ ചട്ടക്കൂടുകൾ പാലിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് കൂടി മുൻഗണന കൽപ്പിക്കുന്നതാണ് ഇസ്ലാമിന്റെ സാമൂഹ്യ സംവിധാനം എന്ന് പറയുന്നത്. അതിന് ആരാധനാ കർമ്മങ്ങൾ പോലും അതിനുവേണ്ടി സജ്ജമാക്കുന്നതാണ്. ഇനി വിശ്വാസികളായ ആളുകൾ പരസ്പരമുള്ള ബന്ധം എന്താണ്? വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധം ഇവിടെയാണ് ഞാൻ ഈ സനാബിലിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താ? സംഘടനാ വൈജാത്യങ്ങൾ മാറ്റിവെച്ച് ഖുർആൻ പഠനം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരുമിച്ച് കൂട്ടാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ നല്ല മനസ്സ്, അത് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ആരാണ് വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധം? വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. എന്താ അതിന്റെ അർത്ഥം? വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും അവർ പരസ്പരം ഔലിയാക്കളാണ്, വലിയകളാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ മഹല്ലിലുള്ള ഏതൊരു വിശ്വാസിയായ മനുഷ്യനും എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ എൻ്റെ വലിയാണ്. എന്താണ് ഈ വലിയ എന്ന പദത്തിന്റെ അർത്ഥം? ഇത് നമ്മൾ ഇതിനു മുൻപ് കേട്ടതെവിടെയാ? നിക്കാഹിന്റെ സദസ്സിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, വിവാഹം കഴിച്ചു കൊടുക്കാൻ അവിടെ വലിയ ആവശ്യമാണ്. ആരാ വലിയ? സംരക്ഷകൻ. സംരക്ഷകനാണ്. എങ്കിൽ ഓരോ വിശ്വാസിയും മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം സംരക്ഷകന്മാരാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു സഹോദരൻ, എനിക്കൊരു സഹോദരി ഉണ്ട്, 28-30 വയസ്സായി, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എങ്കിൽ അത് എൻ്റെ മാത്രം, അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ മാത്രം, എൻ്റെ കുടുംബത്തിൻ്റെ മാത്രം ഒരു ടെൻഷനല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ, മറിച്ച് അതാ നാട്ടിലെ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരുടെയും തലവേദനയാണ്. എൻ്റെ പെങ്ങൾ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ ഒരു രോഗിയാണ് എങ്കിൽ ആ രോഗം ആ കുടുംബത്തിന്റെ മാത്രം തലവേദനയല്ല ഇസ്ലാമിക സാമൂഹ്യക്രമത്തിൽ, മറിച്ച് ബഅ്ലുഹും ഔലിയാഉ ബിബഅ്ലിൻ, പരസ്പരം ഔലിയാക്കന്മാരാണ്, സംരക്ഷകന്മാരാണ്. ഇതോടൊപ്പം ഒന്നുകൂടിയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നേരത്തെ ഇവിടെ ആശംസാ പ്രസംഗത്ത് സൂചിപ്പിച്ചു. എന്താണ്? ഞാൻ അത്തരം വിഷയത്തിലേക്ക് പോണില്ല. മയക്കുമരുന്നിന്റെ അടിമകളായി തീരുന്നത്, കാലിന്റെ അടിയിലെ ചുവപ്പ് മാറാത്ത 13 വയസ്സുള്ള കുട്ടികൾ MDMA-യുടെ അടിമകളായി മാറുന്നു. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലെസ്ബിയനും ഗേയും ഒക്കെ എന്താണ്? ആൺകുട്ടി ആൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, പെൺകുട്ടി പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. വെറുതെ നിങ്ങൾ സ്വകാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഏത് സമുദായത്തിലാ? ഏതെങ്കിലും മറ്റ് സമുദായത്തിൽ നിന്ന് നിങ്ങൾ കേട്ടോ? ഇന്ന പെൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ട് പോയിട്ടുണ്ട്, അവര് തമ്മിലുള്ള പ്രശ്നം, അവര് തമ്മിൽ ബിഗ് ബോസില് മോഹൻലാല് വിഷയം പറയുന്ന എവിടെയും കേട്ടോ? ഇല്ലല്ലോ. മുസ്ലിം സമുദായത്തിന്റെ ഖൈർ ഉമ്മത്തിന്റെ ഉള്ളിലാണ് ദൗർഭാഗ്യകരമായി ഇത്തരം ഒരു പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിനെയാണ് ഇമാമാക്കിയിരുന്നതെങ്കിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാവുമായിരുന്നില്ല. എന്തേ കാരണം?
അതിന്റെ കാരണമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നത് ബഅ്ലുഹും ഔലിയാഉ ബിബഅ്ലിൻ, നിങ്ങൾ പരസ്പരം സംരക്ഷകന്മാരാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, എൻ്റെ മകൻ 16 വയസ്സുള്ള 17 വയസ്സുള്ള എൻ്റെ മകൻ ഈ ഒരു തിങ്കളാഴ്ച ദിവസം ഈ അങ്ങാടിയിൽ, കുട്ടമംഗലത്ത്, മുട്ടില്, കൽപ്പറ്റയിൽ അങ്ങാടിയിൽ കണ്ടാൽ വേറെ ആരും ആ കുട്ടിയോട് ചോദിക്കില്ല, എന്താ മോനെ നീ സ്കൂളിൽ പഠിക്കുന്നല്ലേ, കോളേജിൽ പഠിക്കുന്നല്ലേ, എന്താ മോനെ നിന്നെ ഇവിടെ കാണുന്നത് എന്ന് ആരും ചോദിക്കില്ല. എന്താ കാരണം? അങ്ങനെ ചോദിച്ചിട്ട് ഒരു തലവേദന ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും ചോദിച്ചാലോ എൻ്റെ മോനോട് ചോദിക്കാൻ മോൻ ആരാണ്? അല്ലേ? ഇവിടെയാണ് ഒരു സമൂഹത്തിന്റെ നാശത്തിന്റെ, അധപ്പതനത്തിന്റെ മൂലകാരണം നമ്മൾ കണ്ടെത്തുന്നത്. ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നു. നിങ്ങൾ പരസ്പരം ഔലിയാക്കളാണ്, പരസ്പരം സംരക്ഷകന്മാരാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എൻ്റെ സഹോദരൻ ഒരു അബദ്ധത്തിൽ പോയി ചാടാൻ പാടില്ല എന്നത് മതം എന്നെ ഏൽപ്പിച്ച, ഖുർആൻ എന്നെ ഏൽപ്പിച്ച, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിലെ കാണാതെ പഠിച്ചൊരു ഹദീസ് ഉണ്ട്, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, അല്ലേ? എന്താണ്? വിശ്വാസികൾ പരസ്പരമുള്ള ബാധ്യതകൾ 6 ചിലതൊക്കെ നമുക്കറിയാം. എന്താണ്? കണ്ടാൽ സലാം പറയണം, മരിച്ചാൽ സന്ദർശിക്കണം, മയ്യത്ത് മറവ് ചെയ്യണം, ഒക്കെ അറിയാം. പക്ഷെ അതിലൊന്ന് പറഞ്ഞു, എന്താണ്? നിന്നോട് ഉപദേശം തേടിയാൽ നീ ഉപദേശം കൊടുക്കണം. പലവരും നമ്മൾ വിചാരിച്ചെന്താ അറിയോ, ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു ചെലവും ഇല്ലാത്ത സംഗതിയല്ലേ, ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണെന്ന്, അല്ലേ? മരിച്ചാ പോയിട്ട് മയ്യത്ത് മറവ് ചെയ്യാൻ കുറെ സമയം കഴിയണം. പക്ഷെ എന്നോടൊരു ഉപദേശം ചോദിച്ചാൽ ഉപദേശം നിന്താ. എന്നാൽ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണിത്. എന്താ കാരണം? എൻ്റെ ഒരു സഹോദരൻ കൽപ്പറ്റ ടൗണില് ഒരു ചെരുപ്പ് കട തുടങ്ങാൻ പോവാ. അപ്പോ സ്വാഭാവികമായും കച്ചവട രംഗത്ത് പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഒരറിയിപ്പുണ്ട്.
നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാഷണം കഴിഞ്ഞാൽ ജമാഅത്തിന് മുമ്പായി ഒരു പ്രഭാഷണം കൂടി 1 മണിക്ക് നമുക്ക് ജമാഅത്തിനും ഭക്ഷണത്തിനുമായിട്ട് പിരിയും എന്ന് സദസ്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, പറഞ്ഞു വന്നത്, എൻ്റെ ഒരു സുഹൃത്ത് കൽപ്പറ്റയിലൊരു കച്ചവടം തുടങ്ങുകയാണ്. ഒരു ചെരുപ്പ് കട അല്ലെ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങുക. സ്വാഭാവികമായി എന്നോട് ചോദിച്ചു, അല്ല ഞാൻ ഇങ്ങനെ ഒരു കട തുടങ്ങുന്നുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? നിങ്ങൾ വെറുതെ എൻ്റെ വാക്കവിടെ നിർത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് സ്വാഭാവികം ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്താണ് നമ്മൾ മറുപടി പറയാറുള്ളത്? അത് ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് വേറൊരു ചെരുപ്പ് കട ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവനവിടെ തുടങ്ങിയാൽ എൻ്റെ കച്ചവടത്തെ ബാധിക്കും അല്ലേ? അപ്പോൾ ഇപ്പം ചെരുപ്പ് കടയൊക്കെ വളരെ മോശമാണ്, അതുകൊണ്ട് നീ തുടങ്ങണ്ട. ഇത് ഗുണകാംക്ഷയാണോ? ഇനി ഓൻ തുടങ്ങിയിട്ട് നഷ്ടമായാലെന്താ, ലാഭമായാലെന്താ, എനിക്കൊന്നും പേടിക്കാനില്ല, ഇതാണോ നമ്മുടെ ചിന്ത? ഇത് ഗുണകാംക്ഷയാണോ? ഇവിടെയാണ് ഫൻസഹു എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് കൂടെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഔലിയ ആയ എൻ്റെ വലിയായ എൻ്റെ കൂട്ടുകാരൻ എന്നോടൊരഭിപ്രായം ചോദിച്ചാൽ അതിന് ഞാൻ അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നത് വൃഥാ ഒരു അഭിപ്രായമായിരിക്കില്ല. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ ഒരിക്കലും ഒരു അബദ്ധത്തിൽ പോയി ചാടാൻ പാടില്ല. അത് അവൻ്റെ കുട്ടിയുടെ കോളേജ് പ്രവേശനമായിരിക്കാം, അവൻ്റെ കച്ചവടമായിരിക്കാം, അവൻ്റെ കല്യാണമായിരിക്കാം, ഏത് വിഷയത്തിലാണെങ്കിലും. പറഞ്ഞെന്താണെന്നറിയോ? വിശ്വാസികൾ പരസ്പരമുള്ള സാമൂഹ്യ ഘടനയെ ഖുർആൻ കാണുന്നത് തൻ്റെ സഹോദരൻ ഒരു അബദ്ധത്തിൽ പോയി ചാടാൻ പോലും മറ്റൊരു സഹോദരൻ സമ്മതിക്കാൻ പാടില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ അബദ്ധത്തിൽ പോയി ചാടില്ല എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാനൊരു ഇസ്ലാമിക സാമൂഹ്യ ഘടന പാലിക്കുന്നവനായി മാറുന്നത്. സഹോദരങ്ങളെ, 2 കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തില് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ, നമ്മുടെ നാട്ടിലെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതില് കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ സ്വർണ്ണ പണ്ടം പണയം വെച്ച ഇനത്തിൽ മാത്രം 5000 കോടി രൂപയാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ലാഭമായി, പലിശ ഇനത്തിലെ ലാഭമായിട്ട് കിട്ടിയത്. കേരളത്തിലെ SBI, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കനറ ബാങ്ക്, ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകൾ മാത്രം. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്ന എത്രയോ സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്, എല്ലാ സംഘടനകൾക്കുമുണ്ട്. 10000കണക്കിന് ഖുർആൻ പഠിതാക്കൾ കേരളത്തിലുണ്ട്. എന്നിട്ട് നമ്മെ ഞെട്ടിക്കേണ്ട ഒരു വസ്തുത, ഈ കൂട്ടത്തിൽ 5000 കോടി രൂപയിൽ നല്ല ഒരു ശതമാനം വരുന്നത് ഗൾഫ് സ്വാധീനമുള്ള മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നാണ്. നല്ല ഒരു ശതമാനം പലിശക്ക്, ലഅനല്ലാഹു ആക്കിലർ റിബാ വമൂക്കിലഹു, പലിശ തിന്നുന്നവനെയും തിന്നിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ പലിശ ഇനത്തിൽ ഒരൊറ്റ ബാങ്കിന് മാത്രം ഇത്രയേറെ ലാഭം കിട്ടിയത് മുസ്ലിം സമുദായം തിങ്ങിത്താമസിക്കുന്നിടത്താണ്. സഹോദരങ്ങളെ, നമ്മുടെ ഖുർആൻ പഠനം എവിടെ? നമ്മുടെ ഹദീസ് പഠനവും നമ്മുടെ ദീനി പഠനവും എവിടെ? അള്ളാന്റെ ശാപം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ എങ്ങനെ മാറി? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളായ സഹോദരങ്ങളെ, ഖുർആൻ മുന്നോട്ട് വെച്ച ഒരു സാമൂഹ്യ ക്രമമുണ്ടായിരുന്നു. എന്താണത്? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തേതാ? ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് കടവുമായി ബന്ധപ്പെട്ടതാ അല്ലേ? ഖുർആൻ പലിശയുടെയും സദക്കയുടെയും ആയത്തുകൾക്ക് നടുവിലാണ് കടത്തിന്റെ ആയത്ത് പറയുന്നത്. എന്താ? എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ 2 പ്രാവശ്യം കടം കൊടുത്താൽ ഒരു സദക്ക കൊടുത്ത കൂലിയുണ്ട്. ഇവിടെയാണ് സഹോദരങ്ങളെ, ഒരു സാമൂഹ്യ ക്രമത്തിൽ ഖുർആനാണ് നമ്മുടെ ഇമാമെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുടെ രംഗത്തെ സൂക്ഷ്മതയും സത്യസന്ധതയും. ഞാനൊരു ചെറിയ അനുഭവം പറയട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഞാനൊരു പള്ളിയിൽ
കുറെ കാലം ഖുത്ബക്ക് പോയി. കുറച്ചു കാലം ഖുത്ബ കഴിഞ്ഞപ്പോൾ അടുത്ത പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ഞങ്ങൾ ഇവിടെ സക്കാത്ത് സെല്ല് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അടുത്ത 2 ആഴ്ച സക്കാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പഠിച്ചിട്ടൊന്ന് പറയണം. ശരി, പിറ്റത്തൊരാഴ്ച സക്കാത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഖുർആൻ ആയത്തും ഹദീസും ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. ഖുത്ബ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള കടക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ഒരു നിമിഷം നിങ്ങളൊന്ന് കാണട്ടോ, ഒന്ന് സംസാരിക്കാനുണ്ട്. എന്നുവെച്ചാൽ എന്താണ് വിളിച്ചൊന്നു സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, മൗലവി ഇന്ന് സക്കാത്തിന്റെ മഹത്വത്തെക്കുറിച്ചല്ലേ പറഞ്ഞത്? ശരി, അടുത്ത ആഴ്ച നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം, വാങ്ങിയാൽ കൊടുക്കുന്നതിനെ കുറിച്ചൊരു ഖുത്ബ നടത്തണം, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചൊരു ഖുത്ബ നടത്തണം. കാരണം എൻ്റെ കടയിലെ തട്ട് കാണുന്നില്ലേ നിങ്ങൾ? ഇതൊക്കെ നിങ്ങളെ പള്ളിയിൽ ജുമാക്ക് വരുന്ന മനുഷ്യന്മാർ കടം വാങ്ങിക്കൊണ്ടിട്ട് തിരിച്ചു തരാത്തോണ്ട് ആയ കോലമാണിത്. ഞാൻ എന്താ സൂചിപ്പിച്ചതറിയോ? സാമ്പത്തിക ഇടപാടുകളുടെ രംഗത്ത് സത്യസന്ധതയും സൂക്ഷ്മതയും പാലിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നേരത്തെ ഇവിടെ ഓതിയില്ലേ ആശംസാ പ്രസംഗത്തില്? അള്ളാന്റെ ഖുർആനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്ന കോലമാണ് നമ്മൾ. എന്തുകൊണ്ടാ? പലിശക്കണിയിൽ അകപ്പെട്ടിട്ട് ഖുർആൻ സൂചിപ്പിച്ചത് പിശാച് മറിയുന്നത് പോലെ പരലോകത്ത് അത്രയേറെ പ്രയാസമായിരിക്കുമെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. ആരെ? പലിശയുമായി ഇടപെടുന്നവരെ. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് പലിശക്കണിയിൽ കുടുങ്ങിയിട്ട് വീട് ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തെത്തി എന്ന് ചോദിച്ചാൽ, പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ നമ്മളെത്തി. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, ഉണ്ടാകേണ്ട ഒരു കാര്യം, ഞാൻ ഒരു കാര്യം ഉറപ്പുവരുത്തണം. എന്താണ്? സാമ്പത്തിക ഇടപാടുകളെ വിഷയത്തിൽ സത്യസന്ധമല്ലാത്ത ഒരു ഇടപെടലും എന്റേതുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയുമെങ്കിലാണ് നിങ്ങളുടെ ഖുർആൻ പഠനം അത് സാർത്ഥമായി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയട്ടെ, വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അവൻ അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാഅ തുഅതി ഉക്ലഹാ കുല്ലഹീൻ ബിഇദ്നി റബ്ബിഹി. എന്താണ് പറഞ്ഞത്? ഒരു വിശ്വാസി, നല്ല വിശ്വാസിയുടെ ഉപമ എങ്ങനെയാണെന്നറിയോ? ഒരു നല്ല വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അവന്റെ അടിവേരുകൾ ഭൂമിയിൽ അടിയുറച്ചതാണ്. പ്രിയപ്പെട്ട മക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങൾ കോളേജിലെത്തും, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാകും, നിങ്ങൾ എവിടെയും എത്തും. അവിടെയൊക്കെയും നിങ്ങളെ ഖുർആൻ വിശേഷിപ്പിച്ചൊരു വിശേഷണമുണ്ട്, അസ്ലുഹാ സാബിത്തുൻ. ഞാൻ പോകുന്നിടത്ത് ഗേയാണ്, ലെസ്ബിയനാണ്, മയക്കുമരുന്നാണ്, അതുപോലെ തന്നെ സിനിമക്കാരനെ അവരെ അനുകരിക്കുന്നവരാണ് എങ്കിൽ അവിടെ ഞാൻ മുസ്ലിമായി, മുവഹിദായി, വിശ്വാസിയായി പിടിച്ചു നിൽക്കുമെന്ന് പറയാൻ നിനക്ക് സാധിക്കുമോ? എങ്കിലാണ് ഖുർആനിന്റെ വക്താവാകുന്നത്. നമ്മുടെ വ്യക്തിത്വത്തെ വത്തിനൂ അൻഫുസക്കും, നിങ്ങളുടെ പേഴ്സണാലിറ്റി അത് കാത്തു സൂക്ഷിക്കുക. വേഷത്തിൽ, സംസാരത്തിൽ, ഇടപാടുകളിൽ, പെരുമാറ്റത്തിൽ, എല്ലാത്തിലും. രണ്ടാമത് ഖുർആൻ പറയുന്നത് വഫർഉഹാ ഫിസ്സമാഅ, ആകാശത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് അതിന്റെ ചില്ല. തുഅതി ഉക്ലഹാ കുല്ലഹീൻ ബിഇദ്നി റബ്ബിഹി, അതിന്റെ ഫലങ്ങൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. എല്ലാ മതസ്ഥരുമുള്ളിടത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അമുസ്ലിങ്ങളായ ആളുകൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിന് ആവശ്യമാണ്, നിങ്ങൾ പോയിക്കളയരുത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാ, ഖുർആൻ അറിയുന്നവരാ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ആരാണ്? അവിടെയാണ് നാം ജീവിക്കുന്ന നാട്ടിൽ തണൽ വൃക്ഷങ്ങളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിൽ, വഴിയുടെ പ്രശ്നത്തിൽ, ഏതേത് പ്രശ്നമുണ്ടോ അവിടെയൊന്നും ഞാൻ മുസ്ലിമാ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, നാട്ടിലൊരു വിഷയത്തിൽ ഞാൻ ഇടപെടില്ല. അങ്ങനെ ഒരു മുസ്ലിം ഇല്ല. നാട്ടിലൊരു കുടിവെള്ള പ്രശ്നം ഉണ്ടെങ്കിൽ മുസ്ലിം അതിന്റെ മുന്നിൽ വേണം. നാട്ടിലൊരു സാംക്രമിക രോഗ പ്രശ്നമുണ്ടെങ്കിൽ മുസ്ലിം അതിന്റെ മുന്നിൽ വേണം. അതാണ് മുസ്ലിം സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത്. അതോടൊപ്പം ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മള് പലർക്കും ഈഗോ. എന്താ നാട്ടിലുള്ള പല പ്രശ്നങ്ങളുടെയും കാരണം? മഹല്ല് കമ്മിറ്റിയിൽ, സംഘടനയിൽ ഒക്കെ എന്താ പ്രശ്നം? പരസ്പരമുള്ള ഈഗോ. ഓം പറഞ്ഞ് ഞാൻ എങ്ങനെ അംഗീകരിക്കുക? എന്താ ഞാൻ പറഞ്ഞ അഭിപ്രായം എന്താ സ്വീകരിച്ചാൽ? ഇതല്ലേ
നിങ്ങൾ വെറുതെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒന്ന് നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? മയ്യത്തിനൊരു ജാടയില്ലല്ലോ അല്ലേ? ആരാ കിടക്കണത്? വലിയ ജഗബോക്കിരി, നാട്ടിലെ വലിയ പണക്കാരൻ, നാട്ടിലെ വലിയ വലിയ ആള് കിടക്കുകയാണ്. ആരാ മുന്നില്? പാവം മനുഷ്യൻ മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ മുന്നില് കയ്യും നീട്ടി അങ്ങനെ കിടന്നു കൊടുക്കുന്നു. ഒരു ജാടയില്ല. കൂട്ടരെ, നമ്മുടെ ജാടകളൊക്കെ എത്രയേ ഉള്ളൂ എന്നറിയോ? കണ്ടതാളത്തിൽ നിന്ന് ശ്വാസം തീരുന്നത് വരെ മാത്രമേ എല്ലാ ജാടയുള്ളൂ. എല്ലാ ജാടയും അതവരെ അവസാനിക്കും. ഞാൻ അവനെ കൊണ്ട് അങ്ങോട്ട് മിണ്ടാനോ, ഞാൻ അവനോട് അങ്ങോട്ട് പോയി സലാം പറയണം? ഞാനില്ല. ഞാൻ ആരാ അല്ലേ? നീ ആരാന്നറിയോ? മലന്ന് കിടക്കുന്ന മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ മുന്നിൽ മലന്ന് നിസ്സഹായനായി കിടക്കാൻ മാത്രം വിധിക്കപ്പെട്ട ജഡമാണോ നീ? വേറെ ആരുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സർവ ഈഗോയും മാറ്റിവെക്കുക. ഒന്നുകൂടി പറയട്ടെ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എൻ്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് എൻ്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ മറവ് ചെയ്തു. എന്നിട്ട് മറവ് ചെയ്തിട്ട് തിരിച്ചു പോരുമ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ സഹപ്രവർത്തകർക്ക്, എൻ്റെ നാട്ടിലെ വിശ്വാസികൾക്ക് എന്നെക്കുറിച്ച് എന്താ പറയാനുണ്ടാവുക? അല്ലേ? പഹയൻ പോയി കിട്ടി. ഇതോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്ത് നമ്മുടെ നാട്ടിലെ വിശ്വാസികൾക്ക് തിരിച്ചു പോരുമ്പോ കരഞ്ഞുകൊണ്ട് പോരാൻ അവർക്ക് തോന്നണം. അതെങ്ങനെയാ തോന്നുക? അത് തോന്നണമെങ്കിൽ ആ നാട്ടിന് നമ്മൾ ആവശ്യമായിരിക്കണം. ഞാൻ പലപ്പോഴും ചിലരെ കുറിച്ചൊക്കെ ആലോചിക്കാറുണ്ട്. ചില മനുഷ്യന്മാരെ കുറിച്ച് ഇപ്പോഴും അമുസ്ലിങ്ങളായ സഹോദരങ്ങൾ അയാളെക്കുറിച്ച് പറയുമ്പോൾ കരയാറുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ ഉള്ള ചില ഇസ്ലാഹി പ്രവർത്തകന്മാരായ സഹോദരന്മാർ, അവര് മരിച്ചിട്ട് 2-3 വർഷമായി, എന്നാലും അയാളെ കുറിച്ച് പറയുമ്പോൾ ചില അമുസ്ലിം സുഹൃത്തുക്കളൊക്കെ കരയാറുണ്ട്. എന്താ കാരണം? അത്രയേറെ പ്രിയപ്പെട്ടവരായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലോകത്തുള്ള മനുഷ്യരൊക്കെ നല്ലവരെന്ന് പറയുന്നവർ അള്ളാഹുവിന്റെ അടുക്കലും നല്ലവരാണ്. അതെങ്ങനെയാ? ഒപ്പം കൂടിയിട്ടല്ല കേട്ടോ, വേണ്ടാത്തതിന് പോയി കൂടിക്കൊടുത്തിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അസ്ലുഹാ സാബിത്തുൻ, ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് നന്മ പറയിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവൻ അള്ളാഹുവിന്റെ അടുക്കലും നല്ലവനാണ്. സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് നിസ്കാരം ശീലമുള്ളവരാവണം, ആരാധനയിൽ സൂക്ഷ്മതയുള്ളവരാകണം, വിശ്വാസം ദൃഢമാകണം. ഇതൊക്കെ ശരിയായി അള്ളാഹുവിന്റെ അടുക്കൽ അനുഭവിക്കണമെങ്കിൽ സാമൂഹ്യ ക്രമത്തിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നവരാകണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം അന്വർത്ഥമാക്കാൻ ഖുർആൻ പഠനം നമുക്കതിന് പ്രചോദനമാകണം. റഹ്മാനായ നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അല്ലാഹുവേ നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ റഹ്മാനായ നാഥ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈറ. സമൂഹ നിർമ്മിതി ഖുർആനിക പരിപ്രേക്ഷ്യത്തിൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രൗഢോജ്വലമായി